ഹായ്, എല്ലാവർക്കും ലീഡ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് കുറച്ച് നാളായി നമ്മൾ തുടങ്ങിയിട്ട് ഇന്നും കൊണ്ട് നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് വൈൻഡപ്പ് ചെയ്യാം. ഈ പാഠത്തിലെ സമാന്തര ശ്രേണി എന്ന് പറയുന്ന പാഠത്തിലെ അതിൻ്റെ ഏറ്റവും അവസാന ഭാഗം, ഓക്കെ, അവസാന ഭാഗത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. എപ്പോഴും പഠിക്കുന്ന സമയത്ത് ഈ ചോദ്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. നമ്മൾ ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ ഇതേ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരുമ്പോഴാണ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ നിങ്ങൾ കോൺസെപ്റ്റും കൂടി നോക്കണം. ഓക്കെ, എന്തായാലും വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഇനി നമ്മൾ റിവിഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് കൂടുതൽ നമ്മൾ കോൺസെപ്റ്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലല്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി, ആശയങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാഠത്തിലെ അവസാനത്തെ ആശയം അല്ലെങ്കിൽ കോൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാം. ലിസൺ, നമ്മൾ സം ഓഫ് 5 ടേംസ്, അതായത് 5 പദങ്ങളുടെ തുക, 7 പദങ്ങളുടെ തുക എന്നൊക്കെ പഠിച്ചു. 5 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ 5x3, മൂന്നാമത്തെ പദത്തിൻ്റെ 5 മടങ്ങ്. സം ഓഫ് 7 ടൈംസ്, 7 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ അതിൻ്റെ നടുക്ക് വരുന്ന 4ാമത്തെ പദമാണ് 7x4 എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. 7 ഇൻറ്റു അതിൻ്റെ മിഡിൽ ടേമിനെ ഗുണിച്ചാൽ മതി. അപ്പോൾ ഈ ടേമുകളുടെ എണ്ണം ഇരട്ട സംഖ്യ ആയിക്കഴിഞ്ഞാലോ, ഈ സം ഓഫ് 4 ടൈംസ്, 4 പദങ്ങളുടെ തുക, 6 പദങ്ങളുടെ തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ചെയ്യും? എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ അതിനകത്തൊരു വഴി കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമ്മളൊരു വഴി കാണണം. ആ ഒരു മെത്തേഡാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഞാനൊരു സീക്വൻസ് ഇവിടെ എഴുതാൻ വേണ്ടി പോവാണ്. ഒരു സീക്വൻസ്, ഓക്കെ. 2, 4, 6, 8, 10, 12. എത്ര ടൈമുണ്ട്? 1, 2, 3, 4, 5, 6 ടൈംസ് ഉണ്ട്. ഈ 6 പദങ്ങളുടെ തുക എത്രയാണ്? വാട്ട് ഇസ് ദ സം ഓഫ് ദിസ് 6 ടൈംസ്? 6 പദങ്ങളുടെ തുക വെറുതെ ഒന്ന് കൂട്ടി നോക്കിക്കേ. നമുക്ക് എത്ര കിട്ടുക? 2, 4, 6, 6, 6, 12, 12, 8, 20, 10, 30, 10, 40, 42, 42 എന്നൊരു ആൻസർ നമുക്ക് കിട്ടും അല്ലേ. നമുക്ക് എന്താ കിട്ടുക? 42 എന്ന് പറയുന്ന ആൻസറാണ് കിട്ടുക. ഇനി ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ ഇതിൻ്റെ ഒരു ട്രിക്ക് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ഇങ്ങനെ കൂട്ടുന്ന 2, 4, 6, 6, 12, 8, 20, 10, 30, 10, 42, 42 അങ്ങനെ കൂട്ടി പോകാതിരിക്കും. ഇത് 6 കൂട്ടി പോകാം. സം ഓഫ് 10 ടൈംസ് എന്ന് പറഞ്ഞാൽ അതും കൂട്ടാം. സം ഓഫ് 20 ടൈംസും അതേപോലെ തന്നെ 30 ടൈംസും 80 ടൈംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോവുകയുള്ളൂ. അപ്പം നമുക്ക് ഇവിടെ ആ വഴി ഒന്ന് കണ്ടെത്തി നോക്കാം. ഇവിടെ നോക്കിയാൽ മക്കളെ, ഞാൻ ഈ നമ്പർ ഒന്ന് കൂട്ടുകയാണേ. 2, 12 എത്രയാണ്? 12, 2, 14. അടുത്ത കൂട്ടുകയാണേ, 4, 10 ഞാൻ കൂട്ടുകയാണ്. എത്രയാ? 14, 14 ആണോ? അടുത്തത് ഞാൻ കൂട്ടുകയാണേ, 6, 8. ഓക്കെ, അവനെ മുകളിൽ തന്നെ എഴുതിയേക്കാം. 6, 8 കൂട്ടുകയാണ്. 6, 8 കൂട്ടിയാൽ എത്ര കിട്ടും? 14 എന്ന് കിട്ടും. കിട്ടിയോ? അതായത് നമ്മൾ ഓരോ ജോഡികൾ ഇതിനെ ജോഡികളാക്കി. ഞാൻ എങ്ങനെ ജോഡികളാക്കിയേ? ഏറ്റവും ആദ്യത്തെ ആളെയും ഏറ്റവും അവസാനത്തെ ആളെയും ഞാൻ ജോഡിയാക്കി. ആണോ? നോക്ക്, 2, 12. 2 ആദ്യത്തെ ആളാണ്, 12 ഏറ്റവും അറ്റത്തെ ആളാണ്. ദെൻ തൊട്ടിപ്പുറമുള്ള നമ്പർ ഞാൻ 4 എടുത്തു. ദെൻ ബേക്കിൽ നിന്ന് തൊട്ടിപ്പുറമുള്ള നമ്പർ. ഓക്കെ, അതായത് ഏറ്റവും അറ്റവും ഏറ്റവും ആദ്യവും, പിന്നെ തൊട്ടിപ്പുറയും തൊട്ടിപ്പുറയും, അതിൻ്റെ തൊട്ടിപ്പുറയും അതിൻ്റെ തൊട്ടിപ്പുറയും, നടുക്ക് 2 എണ്ണവും. അങ്ങനെയല്ലേ ഞാൻ ജോഡികളാക്കിയത്? ആണോ? ദെൻ ഞാൻ അങ്ങനെ ജോഡികളാക്കിയപ്പോൾ പെയർ ചെയ്തപ്പോൾ നോക്കിയേ, ഓരോ പെയറിൻ്റെയും തുക എത്ര തന്നെയാണ്? 14 തന്നെയാണ് കിട്ടിയത്. 14 തന്നെയല്ലേ കിട്ടിയത്? ആണോ? അങ്ങനെയെങ്കിൽ ഞാൻ എത്ര ജോഡികൾ ഇവിടെ ഉണ്ടാക്കി? ഈ ജോഡികൾ ഞാനിങ്ങനെ വരച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. 6 നമ്പറുകളുണ്ടെങ്കിൽ, 6 ടേമുകളുണ്ടെങ്കിൽ, 6 പദങ്ങളുണ്ടെങ്കിൽ എത്ര ജോഡികളുണ്ടാവും? എത്ര എണ്ണം ഉണ്ടാവും? കോമൺ സെൻസ് മതി അല്ലേ? 3 എണ്ണം ഉണ്ടാവും. അതേപോലെ 8 ടേമുകൾ ഉണ്ടെങ്കിലോ, 8 പദങ്ങളുണ്ടെങ്കിൽ എത്ര എണ്ണം ഉണ്ടാവും? 4 ജോഡികൾ ഉണ്ടാവും. 10 പദങ്ങളുണ്ടെങ്കിൽ എത്ര എണ്ണം ഉണ്ടാവും? 5 ജോഡികൾ അല്ലെങ്കിൽ 5 പെയേഴ്സ് ഉണ്ടാവും. ഉറപ്പല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നോക്ക്, 6 ടേമുകളാണുള്ളത്. അതുകൊണ്ട് 3 ജോഡികൾ, 3 ഇൻറ്റു 1 ജോഡിയുടെ തുക. കാരണം എല്ലാ ജോഡികളും എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഒരേ ഉത്തരമാണ് കിട്ടുക. അപ്പോൾ നമുക്ക് 1 ജോഡി അറിഞ്ഞാൽ മതി. സം ഓഫ് 1 പെയർ 3, അത് എത്രയാണ് നമുക്ക് കിട്ടുക? 14. 3 ഇൻറ്റു 14, 3 ഇൻറ്റു 10, 40, 3, 4, 12. നമുക്ക് എത്ര കിട്ടി? 44
2 എന്ന് ഉത്തരം കിട്ടി. നമുക്ക് എന്ത് ഉത്തരം കിട്ടി? 42 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടി. 42 കിട്ടിയോ? കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? നമ്മളിങ്ങനെ നിരത്തി പിടിച്ച് കൂട്ടണോ? കൂട്ടേണ്ട ആവശ്യം ഇല്ല. ഞാൻ ഇനി വേറെ നിങ്ങൾക്ക് എളുപ്പമുള്ള മറ്റൊരു നമ്പർ ഒന്ന് എഴുതുവാണേ. 1 2 3 4 5 6 7 8 8 ടേമുകൾ. ഓക്കെ, സം ഓഫ് 8 ടൈംസ് 8 പദങ്ങൾ. നോക്ക്, ഈ നമ്മൾ കണ്ടുപിടിക്കേണ്ട തുകയുടെ എണ്ണം ഈവൻ നമ്പർ ആണെങ്കിൽ, ഇരട്ട സംഖ്യ ആണെങ്കിൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ വരേണ്ടത് അതിനെ പെയറാക്കുക, ജോഡികളാക്കുക എന്നാണ്. ഓഡ് നമ്പർ ആണെങ്കിൽ, ഒറ്റ സംഖ്യ ആണെങ്കിലോ മിഡിൽ ടേം എന്ന് മനസ്സിൽ വരണം. ഓക്കെ, ഈവൻ നമ്പർ ആണെങ്കിൽ എന്ത് വരണം? ഇരട്ട സംഖ്യ ആണെങ്കിൽ മനസ്സിൽ എന്ത് വരണം? അതിന് ജോഡികളാക്കുക. അപ്പോൾ സം ഓഫ് 8 ടേംസ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ജോഡികളുണ്ടാവും? 4 ജോഡികളുണ്ടാവും അല്ലേ? 8 ടേമുകൾ 8 പദങ്ങളാണെങ്കിൽ 4 ജോഡി ഉണ്ടാവില്ലേ? ഒരു ജോഡിയുടെ തുകയൊന്ന് കൂട്ടി നോക്കിക്കേ. 1ഉം 8ഉം എത്രയാ? 9. 4 × 9 എത്ര കിട്ടും? 36. അങ്ങനെയാണെങ്കിൽ ഒരു ജോഡി കിട്ടിയാൽ മതിയെന്നേ. ഒരു ജോഡി കിട്ടിയാൽ മതി. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4 × 9 36. വെറുതെ ഒന്ന് കൂട്ടി നോക്കി കഴിഞ്ഞാൽ ഇത് തന്നെയാണോ ഉത്തരം? ഞാൻ പറഞ്ഞത് ശരിയാണോ നോക്കാലോ. 1ഉം 2ഉം 3, 3ഉം 3 6, 6ഉം 4ഉം 10, 10ഉം 5ഉം 15, 6ഉം 21, 7ഉം 28, 8ഉം 36. 36. കണ്ടോ? നീട്ടി വലിച്ച് നമ്മൾ എന്ത് ചെയ്യണ്ട? കൂട്ടേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു പേർ അറിഞ്ഞാൽ മതി. ഇനി പരീക്ഷയ്ക്ക് തരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നമ്പറൊന്നും തരില്ല, ഏതെങ്കിലും നമ്പറുകൾ മാത്രമാണ് തരിക. അപ്പോൾ ഇവനെ ആരെയൊക്കെ തമ്മിലാണ് ജോഡിയാക്കേണ്ടതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എങ്ങനെയാണ് ജോഡിയാക്കുന്നത്? ഒന്നാമത്തെ ആളെയും അവസാനത്തെ ആളെയും, രണ്ടാമത്തെ ആളെയും അതിന് തൊട്ടു പുറകിലുള്ള ആളും അല്ലേ? 2ഉം 7ഉം നമുക്ക് 9 തന്നെ കിട്ടും. പിന്നെ നമ്മൾ ഏതാണ്? അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ആളെയും അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ആളെയും. അപ്പം 3ഉം 6ഉം 9. പിന്നെയോ നടുക്കുള്ള 2 പേരെ 5ഉം 4ഉം 9. ഇങ്ങനെയാണ് നമ്മൾ ജോഡി. ഞാനിവിടെ 6 എഴുതി. ഓക്കെ, അപ്പം 9. എല്ലാ ജോഡികളും കൂട്ടിക്കഴിഞ്ഞാൽ 9. അങ്ങനെ 4 ജോഡികൾ. ഇപ്പോൾ 4 × 9 36. ഇപ്പോൾ ജോഡികളാക്കുന്നത് ഇങ്ങനെയല്ലേ? ആദ്യത്തെ ആളെയും അവസാനത്തെ ആളെയും തൊട്ടിപ്പറയും. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ നിങ്ങളോട് ചോദിക്കുകയാണ്. 8 ടേമുകളുണ്ട്, 8 പദങ്ങളുണ്ട്. നമ്മളിപ്പോൾ ചെയ്ത ചോദ്യം തന്നെ ഞാൻ കണക്കാക്കുന്നത്. 8 ടേമുകളുണ്ട്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ടേമിൻ്റെ കൂടെ, സെക്കൻഡ് ടേമിൻ്റെ കൂടെ ജോഡിയാക്കുന്നത് ആരെയായിരിക്കും? രണ്ടാമത്തെ ടേം ഇതാണ്. ഇതിൻ്റെ കൂടെ ജോഡിയാക്കുന്നത് എത്രാമത്തെ ടേമിനെയാണ്? 7ാമത്തെ ടേമിനെയാണ് അല്ലേ? ഞാൻ ഈ ചോദിക്കുകയാണ്, മൂന്നാമത്തെ ടേമിൻ്റെ കൂടെ ജോഡിയാക്കേണ്ടത് ആരെയാണ്? അപ്പോൾ നിങ്ങൾ പറയും, മൂന്നാമത്തെ ടേമിൻ്റെ കൂടെ ജോഡിയാക്കേണ്ട പെയർ ചെയ്യേണ്ടത് 6ാമത്തെ ടേമിനെയാണ്. ഓക്കെ, 1 2 3 ആയതുകൊണ്ട് വളരെ എളുപ്പമായിരുന്നു. ഇനി ഇവിടെ നോക്ക്, രണ്ടാമത്തെ ആളെ എത്രാമത്തെ ടേമും കൊണ്ടാണ് ഞാനിവിടെ എഴുതട്ടെ. x1, x2, x3, x4, x5, x6 എന്നുള്ള 6 ടേമുകളാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഈ സാധനത്തിന് പേര് കൊടുത്തതാണ്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ടേമിൻ്റെ കൂടെ നമ്മൾ ജോഡിയാക്കിയത് ആരെയാണ്? 5ാമത്തെ ടേമിനെയാണ് ജോഡിയാക്കിയത്. ആണോ? അപ്പോൾ ഈ ജോഡി ആരെയാണ് ജോഡിയാക്കേണ്ടതെന്ന് മനസ്സിലാക്കാനും നമുക്കൊരു ചെറിയ വഴിയുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ നോക്ക്, നമുക്ക് ഇവിടെ എത്ര ടേമാണുള്ളത്? 6 ടേമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യകളുടെ പൊസിഷനില്ലേ, പദമല്ല അതിൻ്റെ സ്ഥാനം, ഈ സ്ഥാനങ്ങളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ 1 കൂടുതൽ കിട്ടണം. 6 ആണെങ്കിൽ എത്ര കിട്ടണം? 7 കിട്ടണം. സ്ഥാനങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ നോക്കിയേ, രണ്ടാമത്തെ നമ്പറും രണ്ടാമത്തെ ആളെയും 5ാമത്തെ ആളെയുമാണ് പെയർ ചെയ്യേണ്ടത്. 2ഉം 5ഉം എത്രയാണ്? 7. ഇനി പെയർ ചെയ്യുമ്പോൾ നോക്കിയേ, 1ാമത്തെ ആളെയും 6ാമത്തെ ആളെയുമാണ് പെയർ ചെയ്യുന്നത്. 1ഉം 6ഉം എത്രയാണ്? 1ഉം 6ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1ഉം 6ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 1ഉം 6ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 7 എന്ന് കിട്ടി. ഇതേ ഉത്തരം തന്നെ നമുക്ക് കിട്ടും. ആണോ? ഇനി നോക്ക്, 3ാമത്തെയും 4ാമത്തെയുമാണ് പേരുണ്ട്. 3ഉം 4ഉം കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും? 7 എന്ന് പറയുന്ന നമ്പർ കിട്ടും. അതായത് 1 കൂടുതലാണ് കിട്ടുക. ഇനി നോക്കിക്കേ, 8 ടേമുകൾ വരുമ്പോൾ അപ്പോൾ പൊസിഷനുകൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 9 കിട്ടണം. ശരിയല്ലേ? 2നെ പെയർ ചെയ്തത് 7നോടാണ്. 2ഉം 7ഉം എത്ര അല്ലേ?
പൊസിഷൻ ഞാൻ എഴുതി വയ്ക്കാം. ഓക്കെ, പൊസിഷൻ എഴുതാൻ വളരെ എളുപ്പമാണ്. ഞാനിതിനെ x1 എന്നും x2 എന്നും x3 x4 x5 x6 x7 x8 ഓക്കെ എന്ന് എഴുതി വെച്ചു. നോക്കിക്കേ, ഒന്നാമത്തെയും എട്ടാമത്തെയും 1ഉം 8ഉം കൂട്ടി എത്ര കിട്ടി? 9 കിട്ടി. കിട്ടിയോ? ദെൻ രണ്ടാമത്തെയും ഏഴാമത്തെയും 2ഉം 7ഉം കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 9 കിട്ടി. അപ്പോൾ നമുക്ക് ജോഡികളാക്കാൻ ഞാനിപ്പോൾ വെറുതെ നിങ്ങളോട് ചോദിക്കുകയാണ്. 10 പദങ്ങളുണ്ട്. എത്ര പദങ്ങളുണ്ട്? 10 ടേംസ് ഉണ്ട്. 10 പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ സംഖ്യയോട് കൂടി, അതായത് x2വിൻ്റെ കൂടെ ജോഡിയാക്കേണ്ടത് ആരെയാണ്? 10 എണ്ണം ഉണ്ടെങ്കിൽ 1 കൂട്ടുക, 11. അപ്പോൾ പൊസിഷൻ കൂട്ടിക്കഴിയുമ്പോൾ എനിക്ക് 11 കിട്ടണം. 2ൻ്റെ കൂടെ ഏത് നമ്പർ കൂട്ടിയാലാണ് 11 കിട്ടുക? 9 കൂട്ടണം അല്ലേ? അപ്പോൾ x2വിൻ്റെ കൂടെ ജോഡിയാക്കേണ്ട ആളാരാണ്? x9. 9ാമത്തെ പദത്തിനെയാണ് ജോഡിയാക്കേണ്ടത്. ഇനി ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, 4ാമത്തെ പദത്തിൻ്റെ കൂടെ ആരെ ജോഡിയാക്കണം? എത്ര ടൈമുണ്ട്? മൊത്തം 10 പദമുള്ളത്. അപ്പോൾ 11 കിട്ടണം. 4ൻ്റെ കൂടെ ഏത് നമ്പർ കൂട്ടുമ്പോഴാണ് 11 കിട്ടുക? 7 കൂട്ടുമ്പോഴാണ് അല്ലേ? അപ്പോൾ x4ൻ്റെ കൂടെ ജോഡിയാക്കേണ്ട ടൈം ഏതായിരിക്കും? 7ാമത്തെ ടൈം ആയിരിക്കും. ആണോ? ക്ലിയർ ആണോ? ഇനി 12 ടൈം ഉണ്ടെന്ന് വിചാരിക്കുക. 12 ടൈംസ് 12 ടൈമുകൾ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, 5ാമത്തെ ടൈമിൻ്റെ കൂടെ ജോഡിയാക്കേണ്ടത് ആരെയായിരിക്കും? 12 ടൈം ഉണ്ടെങ്കിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 13 കിട്ടണം. അതിൻ്റെ പൊസിഷനുകൾ, സ്ഥാനങ്ങൾ കൂട്ടുമ്പോൾ 13 എന്ന് പറയുന്ന നമ്പർ കിട്ടണം. അപ്പോൾ 5ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 13 കിട്ടുക? 5ൻ്റെ കൂടെ 8 കൂട്ടണം അല്ലേ? അങ്ങനെയെങ്കിൽ 5th ടൈമിൻ്റെ കൂടെ ജോഡിയാക്കേണ്ട ടൈം എത്രയായിരിക്കും? 8ാമത്തെ പദത്തെ ആയിരിക്കണം ജോഡിയാക്കേണ്ടത്. ഈ കാര്യം ഒന്ന് മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ ഈ പാഠത്തിൽ അവസാനമായിട്ട് പഠിക്കുന്ന കോൺസെപ്റ്റ്. ഇങ്ങനെ ഏതെങ്കിലും നമ്മൾ പെയർ ആക്കുന്നതിൽ ഏതെങ്കിലും ഒരു ജോഡി അറിഞ്ഞാൽ മതി. ഇപ്പം കണ്ടില്ലേ, ഒരൊറ്റ ജോഡിയെ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച 9. ദെൻ ജോഡിയുടെ എണ്ണം കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. 10 ടേമുകൾ ഉണ്ടെങ്കിൽ 4 ജോഡികളുണ്ടാവും. 5 ജോഡികളുണ്ടാവും. 8 ടേമുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി 4 ജോഡി ഉണ്ടാവും. 6 ടേമുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി 3 ജോഡികളുണ്ടാവും. എന്നിട്ട് ഏതെങ്കിലും ഒരു ജോഡിയുടെ തുക കിട്ടിയാൽ മതി. നേരെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചോദ്യം ചെയ്ത് നോക്കിയാലോ? നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദത്തിൻ്റെയും 8ാം പദത്തിൻ്റെയും തുക 50. ഇപ്പം തന്നിരിക്കുന്ന കാര്യം ഞാനൊന്ന് എഴുതുകയാണ്. 7ാം പദം എന്നുള്ളതിന് x7 എന്ന് എഴുതാം. പ്ലസ് x8 എത്രയാണ്? 50, 50. ദെൻ ആദ്യത്തെ 14 പദങ്ങളുടെ തുകയാണ് കണക്കാക്കുക. കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 14 ടൈംസ്. 14 ടൈമുകൾ. ഇരട്ട സംഖ്യ വന്നു, ഈവൻ നമ്പർ വന്നു. ഇരട്ട സംഖ്യ വന്നാൽ എന്ത് ചെയ്യണം? ജോഡിയാക്കണം. എന്താക്കണം? അതിനെ ജോഡിയാക്കി പറഞ്ഞ പെയർ ചെയ്യണം. 14 ടൈമുകൾ ഉണ്ടെങ്കിൽ എത്ര പേരുണ്ടാവും? 7 പേരുകൾ ഉണ്ടാവും അല്ലേ? 7 ഇൻറ്റു സം ഓഫ് 1 പെയർ, ഒരു ജോഡിയുടെ തുക കൂട്ടിയാൽ മതി. ഇനി 14 ടേം ഉണ്ടെങ്കിൽ നമ്മൾ ഏതിലേക്കാണ് ജോഡിയാക്കുക? 1ാമത്തെയും 14ാമത്തെയും അല്ലേ? 14 ഉണ്ടെങ്കിൽ 15 കിട്ടണം. 1ഉം 14ഉം 15. ദെൻ രണ്ടാമത്തെയും ഏത് കൂട്ടും? രണ്ടാമത്തേൻ്റെ കൂടെ 13ാമത്തെ ടൈമാണെങ്കിൽ കൂട്ടുക അല്ലേ? അപ്പോൾ 14 എഴുതി നോക്കുന്നതിനെക്കാട്ടും എളുപ്പം ഇവിടെ ഒരു സാധനം തന്നിട്ടുണ്ട്. 7ാമത്തെയും 8ാമത്തെയും കൂട്ടുമ്പോൾ 50 കിട്ടുന്ന പറഞ്ഞത്. ഇവന്മാർ രണ്ടും ജോഡിയാണോ നോക്കിയാൽ മതി. 7ഉം 8ഉം ഒന്ന് കൂട്ടി നോക്കി 15. 14 ടേമുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പൊസിഷൻ കൂട്ടുമ്പോൾ, സ്ഥാനങ്ങൾ കൂട്ടുമ്പോൾ 15 തന്നെയല്ലേ കിട്ടേണ്ടത്? അങ്ങനെയെങ്കിൽ ഇവിടെ ജോഡിയാക്കേണ്ട ആൾക്കാർ തന്നെയല്ലേ നമുക്ക് തന്നേക്കുന്നത്? നമുക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ആരെയാണോ ജോഡിയാക്കേണ്ടത് അങ്ങനെ ജോഡിയാക്കേണ്ട ഒരെണ്ണമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അവന്മാരുടെ സം എത്രയാണെന്ന് നമ്മളോട് പറഞ്ഞേക്കുന്നത്? 50 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എത്ര പേരുണ്ട്? 7 പേർ. 7 ഇൻറ്റു ഒരു ജോഡിയുടെ തുക. സം ഓഫ് 1 പെയർ 7 ഇൻറ്റു 50. 7 ഇൻറ്റു 5 35, 350. സിമ്പിളായിട്ട് ആൻസർ കിട്ടിയില്ലേ? ഇപ്പോൾ സാധനം മനസ്സിലായോ? കത്തുന്നില്ലേ? നമുക്ക് അടുത്തൊരു ചോദ്യം കൂടി ചെയ്യുമ്പോൾ കുറേയും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, നമ്മുടെ ഈ പാഠത്തിൻ്റെ ലാസ്റ്റ് പേജിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നോക്ക്. ദ ഫസ്റ്റ് ടൈം ഈസ് 30 ആൻഡ് സം ഓഫ് ഫസ്റ്റ് 3 ടൈംസ് ഈസ് 300. ആദ്യ പദം
ആദ്യ പദം എത്രയാണ്? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എത്രയാണ്? 30 എന്ന് തന്നിരിക്കുന്നു. അതേപോലെ തന്നെ സം ഓഫ് 3 ടേംസ്, ആദ്യത്തെ 3 പദങ്ങളുടെ തുക. സം ഓഫ് 3 ടേംസ് ഓഡ് നമ്പറാ വന്നിരിക്കുന്നത് അല്ലേ? 3 എന്ന് പറയുന്ന ഒറ്റ സംഖ്യയാണ്. സം ഓഫ് 3 ടേംസ് നമ്മുടെ മനസ്സിൽ ആദ്യം വരണം. സം ഓഫ് 3 ടേംസ്, സം ഓഫ് 3 ടേംസ്, 3 പദങ്ങളുടെ തുക നമുക്ക് എങ്ങനെ എഴുതാം? 3x2, അതെത്രയും തന്നിട്ടുണ്ട്, എത്രയാ? 300, 300. ഇവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? x2 കണ്ടുപിടിക്കാം. 3 അങ്ങ് കൊണ്ടായാൽ പോരെ. x2 ഈസ് ഈക്വൽ ടു 3x2 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു x2, 3 ഇൻറ്റു x2. അവനെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 300 ഹരിക്കണം 3. 300നെ 3 കൊണ്ട് ഹരിച്ചാൽ 100 നമുക്ക് എല്ലാവർക്കും അറിയാം. സോ നമുക്ക് എന്ത് കിട്ടി? x2 രണ്ടാമത്തെ ടൈം എത്രയാണെന്ന് കിട്ടി? 100 എന്ന് കിട്ടി. ആദ്യത്തെ ടൈം നമുക്കറിയാം 30, രണ്ടാമത്തെ ടൈം 100. ആദ്യത്തെ 3 പദങ്ങളല്ലേ നമുക്ക് എഴുതേണ്ട? ഫസ്റ്റ് 3 ടൈംസ് 3 പദങ്ങൾ. അടുത്തടുത്ത 2 ടൈമുകൾ കിട്ടിയാൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. തൊട്ട് മുന്നത്തെ എന്ത് ചെയ്താൽ മതി? പുറകിലെ കുറച്ചാൽ മതി. 100ൽ നിന്ന് 30 കുറച്ച് നമുക്ക് 70 എന്ന് കിട്ടും. കോമൺ ഡിഫറൻസ് 70, പൊതുവ്യത്യാസം 70. അപ്പോൾ അടുത്ത ടൈം എത്രയാണ്? 170. എന്നെക്കാട്ട് മുന്നേ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. വെരി ഗുഡ്. ഓക്കെ, അങ്ങനെ തന്നെ ഫാസ്റ്റായിട്ട് ചെയ്യണം. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടൈം ഈസ് 30, ആദ്യത്തെ പദം 30 തന്നിട്ടുണ്ട്. ദെൻ സം ഓഫ് 4 ടേംസ്, കണ്ടോ? 4 ടേംസ്, 4 പദങ്ങളുടെ തുക. ഈവൻ നമ്പർ, ഇരട്ട സംഖ്യയാണ് വന്നത്. ഇരട്ട സംഖ്യ വന്നാൽ എന്ത് ചെയ്യണം? പെയർ ചെയ്യണം, ജോഡികളാക്കണം. 4 നമ്പറുകൾ ഉണ്ടെങ്കിൽ എത്ര പേരുണ്ടാവും? 2 പേരുണ്ടാവും അല്ലേ? സം ഓഫ് 4 ടേംസ്, 4 പദങ്ങളുടെ തുകയാണ് 300 എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എത്ര പേരുണ്ടാവും? 2 പെയറാണ് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയെങ്കിൽ സം ഓഫ് 1 പെയർ എത്രയായിരിക്കും? സം ഓഫ് 1 പെയർ, ഒരു ജോഡിയുടെ തുക. ഒരു ജോഡിയുടെ തുക. 4 ടൈം എന്ന് പറയുമ്പോൾ 2 ജോഡി ഉണ്ടായിരുന്നു അല്ലേ? ആ 2 ജോഡിയുടെ തുക എത്രയാണെന്നാണ് പറഞ്ഞത്? 300 എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? എങ്ങനെ? 4 ടൈമുകളുണ്ട്, 2 ജോഡിയുണ്ട്. 2 ജോഡിയുടെ സമ്മ എത്രയാണ്? തുക എത്രയാണ്? 300 ആണ്. അങ്ങനെയെങ്കിൽ ഒരു ജോഡിയുടെ തുക കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ 300നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ? കാരണം 2 പെയറാണുള്ളത്. 2 പെയറുകളുടെ സമ്മാണ് എത്രയും 300. അപ്പോൾ ഒരു പെയറിനെ കിട്ടാൻ ആ 2 കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. 300നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 150 എന്ന് കിട്ടും. അതായത് ഒരു പെയർ കൂട്ടിക്കഴിഞ്ഞപ്പോൾ 150 കിട്ടി. നോക്ക്, എത്ര ടേമുകളുണ്ട്? x1, x2, x3, x4 എന്ന് പറയുന്ന 4 ടേമുകളുണ്ട്. അങ്ങനെയെങ്കിൽ ഇവനെ നമ്മൾ എങ്ങനെ പെയറാക്കുക? ജോഡികളാക്കുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു നമ്മൾ ജോഡികളാക്കുക? എങ്ങനെ ജോഡികളാക്കുക? x1ഉം x4ഉം ജോഡിയാക്കും. പിന്നെയോ x2ഉം x3യും ജോഡിയാക്കും. ഇങ്ങനെ 2 ജോഡികളാണ് ഉള്ളത് അല്ലേ? ഒന്നാമത്തെ, നാലാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ നമ്മൾ ജോഡികളാക്കും. ഇനി അങ്ങനെ ജോഡികളാക്കി അങ്ങനെ ജോഡികളാക്കി കഴിഞ്ഞപ്പോൾ ഒരു ജോഡി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? 150 ആണ്. ഈ ജോഡി കൂട്ടിയാലും x1ഉം x4ഉം കൂട്ടിയാലും എത്ര തന്നെ കിട്ടും? 150 തന്നെ കിട്ടും. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആദ്യത്തെ 3 പദങ്ങൾ എഴുതണം. നമുക്കിപ്പോൾ ഒരു ജോഡിയുടെ തുക 150 എന്ന് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ജോഡിയിൽ ഇങ്ങ് എടുക്കാം. ഏതൊക്കെയാണ് ജോഡികൾ? x1ഉം x4ഉം, x2ഉം x3യും. ഞാൻ ഇതിനകത്ത് x1ൻ്റെയും x4ൻ്റെ ജോഡിയും മാത്രമേ എടുത്തുള്ളൂ. x1ഉം x4ഉം എടുത്തത്. ആരെ ഞാൻ എടുക്കുന്നില്ല. എനിക്കിവനെ എടുക്കാൻ സൗകര്യമില്ല. ആരെ എടുക്കാൻ? x2നെ x3നെ എടുക്കാൻ എനിക്ക് സൗകര്യമില്ല. എന്തുകൊണ്ടാണ്? സൗകര്യമില്ല എടുക്കേണ്ട സാറേ, വേറെ എടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്? സാറിന് സൗകര്യമില്ലാത്തതുകൊണ്ടാണോ? അല്ല. കാരണം ഇതിനകത്ത് എനിക്ക് x2 എന്താണെന്ന് അറിയോ? ഇതാണൊരു ജോഡി, x2ഉം x3യും. x2 അറിയോ? അറിയില്ല. x3 എത്രയാണെന്ന് അറിയോ? അറിയില്ല. പക്ഷേ x1 x4 എന്ന് പറയുന്ന ജോഡിയിൽ ഒരാളെ എനിക്കറിയാം. ആരെ അറിയാം? x1നെ അറിയാം. കാരണം ഫസ്റ്റ് ടൈം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആദ്യ പദം 30 ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പെയർ എടുത്ത് അറിയുന്നത് ഞാൻ എടുത്തത്. ഇനി അറിയുന്നത് എടുത്ത് നമുക്ക് ചെയ്ത് നോക്കാം. x1 എത്രയാണ്? 30 ആണ്. 30 + x4 =
150. കാരണം ഒരു ജോഡിയുടെ തുക എത്രയാണ്? 150. അങ്ങനെയെങ്കിൽ x4 ഈസ് ഈക്വൽ ടു ഈ പ്ലസ് 30 അപ്പുറം കൊണ്ടുപോയാൽ എന്താവൂടാ? മൈനസ് ആവും അല്ലേ? പ്ലസ് അപ്പുറം പോകുമ്പോൾ എന്താവും? മൈനസ് ആവും. 150 കുറയ്ക്കണം 30, നമുക്ക് എന്ത് കിട്ടും? 120 എന്ന് കിട്ടി. x4 അതായത് നാലാമത്തെ ടേം നമുക്ക് എത്രയാണെന്ന് കിട്ടി? 120 ആണെന്ന് കിട്ടി. ആദ്യത്തെ ടേം എത്രയാണ്? 30. രണ്ടാമത്തെ ടേം അറിയില്ല, മൂന്നാമത്തെ ടേം അറിയില്ല, നാലാമത്തെ ടേം നമുക്ക് 120 എന്ന് കിട്ടി. ഇത് നമുക്ക് ഗസ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഇങ്ങനെ പൊസിഷനും ടേമും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ പദം 30. ആക്ച്വലി നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. എന്താണ് കിട്ടിയത്? ഞാൻ ഈ സൈഡിൽ ഇവിടെ ഒന്ന് എഴുതാം. ഒന്നാമത്തെ പദം നമുക്ക് എത്രയാണ് കിട്ടിയേക്കുന്നത്? 30 എന്നാണ് കിട്ടിയേക്കുന്നത്. ഒന്നാമത്തെ പദം 30. ഒന്നാമത്തെ പദം നമുക്ക് 30 എന്നും നാലാമത്തെ പദം നമുക്ക് 120 എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയത്. ആണോ? അങ്ങനെ പൊസിഷനും ടേമും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരേണ്ട ഇക്വേഷൻ എന്താണ്? D ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് നമുക്ക് കുറച്ച് നോക്കാം. 120 കുറയ്ക്കണം 30 ഡിവൈഡഡ് ബൈ 4 കുറയ്ക്കണം 1. 120 30 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 120 30 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 90 എന്ന് കിട്ടും. 90 ഹരിക്കണം 3 എത്ര കിട്ടി? 30. കോമൺ ഡിഫറൻസ് എത്രയാണ്? 30. ഫസ്റ്റ് ടൈം 30 ആണ് നമുക്കറിയാലോ. അതുകൊണ്ട് 30 കോമൺ ഡിഫറൻസ് 30 60 30 90. 3 ടൈം എഴുതാൻ പറഞ്ഞത്. പക്ഷേ അടുത്ത ടൈം നമുക്കറിയാതെ എത്രയാണ്? 120. അപ്പോൾ ചോദ്യത്തിന് ഉത്തരമായില്ലേ? ഉത്തരം കിട്ടിയില്ലേ? കിട്ടിയോ? ഓക്കെ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റിലേക്ക് പോയതോ ഇവിടെ നമ്മൾ ഫില്ല് ചെയ്ത് പോയിട്ടോ. 30 എത്ര നമുക്ക് കിട്ടിയ? 60 90 120. ഓക്കെ. ഇനി ഒന്ന് നോക്കിക്കേ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ആദ്യ പദം 30, ആദ്യത്തെ 5 പദങ്ങളുടെ തുക 300. ഫസ്റ്റ് ടൈം എത്രയാണ്? 30 ആണ്. സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഈസ് ഈക്വൽ ടു 300 ആണ്. ഓക്കെ. സം ഓഫ് 5 ടേംസ് 5 പദങ്ങളുടെ തുക. ലുക്ക് അറ്റ് ഹിയർ. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഒരെണ്ണം കൂടി വരട്ടെ. അപ്പോൾ ഫസ്റ്റ് ടേം എത്രയാണ്? 30 ആണ്. ദെൻ സം ഓഫ് 5 ടേംസ് 5 പദങ്ങളുടെ തുക. 5 പദങ്ങളുടെ തുക. 5 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് എഴുതും? 5x3. അതെത്രയാണ്? 300 എന്നാണ് തന്നിരിക്കുന്നത്. 5x3. അപ്പോൾ ഇതിൽ നിന്ന് x3 കണ്ടുപിടിച്ചൂടെ? നേരത്തെ ചെയ്ത പോലെ തന്നെ x3 ഈസ് ഈക്വൽ ടു ഗുണിക്കണം 5 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഹരിക്കണം 5 എന്നാവും. ഡിവൈഡഡ് ബൈ 5. 300നെ എങ്ങനെ 5 കൊണ്ട് ഹരിക്കാം? 30ൽ 5 എത്ര പ്രാവശ്യം പോകും? 6 പ്രാവശ്യം പോകും. 0ൽ 0. അപ്പം നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? 60. x3 ഈസ് ഈക്വൽ ടു 60. ഇതിൽ നമുക്ക് x1 അല്ലെങ്കിൽ ഫസ്റ്റ് ടേം നമുക്കറിയാം. ആദ്യ പദം എത്രയാണ്? 30 ആണ്. രണ്ടാം പദം അറിയില്ല. മൂന്നാം പദം നമുക്ക് 60 എന്ന് കിട്ടി. ആദ്യത്തെ 3 ടേമുകളാണ് നമുക്ക് എഴുതണ്ടേ. നടുക്കത്തെ ടേം നമുക്കറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. ഒരു സമാന്തര ശ്രേണിയുടെ അടുത്തടുത്ത 3 പദങ്ങൾ എയും ബിയും സിയുമാണെങ്കിൽ ബി കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? a+c/2 എന്ന് ചെയ്താൽ മതി. അതായത് അപ്പുറത്തെ ഇപ്പുറത്തെ ഉള്ളതിനെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ ഈ നടുക്കത്തെ ടേം കിട്ടാൻ എന്ത് ചെയ്യാം? നമുക്ക് 30 + 60 ഹരിക്കണം 2. 30 60 എത്രയാ? 90. 90 ഹരിക്കണം 2 എത്രയാണ്? 45. അപ്പം നടുക്കത്തെ ടൈം നമുക്ക് എന്ത് എഴുതാം? 45. ആദ്യത്തെ 3 ടൈമുകളാണ് എഴുതാൻ പറഞ്ഞത്. നമ്മൾ എഴുതി 30 45 60. കിട്ടിയോ? ഓക്കെ. ഇനി നമുക്ക് അതിൻ്റെ 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 4ാമത്തെ ചോദ്യം എന്താണ്? ആദ്യ പദം 30, ആദ്യത്തെ 6 പദങ്ങളുടെ തുക 300. ഫസ്റ്റ് ടൈം ഈസ് 30 ആൻഡ് സം ഓഫ് ഫസ്റ്റ് 6 ടൈംസ്. 6 പദങ്ങളുടെ തുക എത്രയാണെന്നാണ് പറഞ്ഞത്? 300 ആണ്. ഫസ്റ്റ് ടൈം അല്ലെ എഫ് അല്ലെങ്കിൽ x1 എന്തും ആയിക്കോട്ടെ, അതെത്രയാണ്? 30.
ദെൻ സം ഓഫ് 6 ടേംസ്, 6 പദങ്ങൾ, ഈവൻ നമ്പറാണ്, ഇരട്ട സംഖ്യയാണ്. എത്ര ജോഡി കിട്ടും? 3 ജോഡി കിട്ടും, ഉറപ്പല്ലേ? അപ്പോൾ സം ഓഫ് 1 പെയർ ഈസ് ഈക്വൽ ടു സം ഓഫ് 1 പെയർ, ഒരു ജോഡിയുടെ തുക, ഒരു ജോഡിയുടെ തുക. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ എന്നെക്കാട്ട് മുന്നേ എഴുതി പോയിക്കോളൂ കേട്ടോ. 6 എണ്ണത്തിൻ്റെ 6 നമ്പറുകളിൽ എത്ര ജോഡി ഉണ്ടാവും? 3 ജോഡി ഉണ്ടാവും. അപ്പോൾ 3 ജോഡികളുടെ തുക എന്ന് പറയുന്നത് 300 അല്ലേ? 6 നമ്പറുകളുടെ തുക എന്ന് പറയുന്നത് 300. 6 നമ്പറുകളിൽ എത്ര ജോഡികളുണ്ടാവും? 3 ജോഡി. അപ്പോൾ 3 ജോഡിയുടെ തുക 300. അപ്പോൾ ഒരു ജോഡിയുടെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ ജോഡിയുടെ എണ്ണം കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. 300 ഹരിക്കണം 3. 300നെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? നിങ്ങൾക്കറിയാം എത്രയാണ് ആൻസർ? 100 എന്ന് കിട്ടും. ആണോ? അല്ലേ? 100 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്തറിയാം? ഇതിനകത്ത് ഫസ്റ്റ് ടേം അറിയാം. ഓക്കെ, ഫസ്റ്റ് ടേം എത്രയാണ്? 30 ആണ്. 6 ടേമുകൾ ഉണ്ടെങ്കിൽ ആരെയൊക്കെയാണ് ജോഡികളാക്കുക? 6 ടേമുകൾ ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ടേം അറിയാം. ഇവൻ്റെ കൂടെ ആരെയാണ് നമ്മൾ ജോഡിയാക്കുക? 6ാമത്തെ ടേമിനെ ജോഡിയാക്കുക അല്ലേ? നേരത്തെ ചെയ്ത കാര്യം ഒന്നും ഓർത്താൽ മതി. ആണോ? 7 കിട്ടണം. 6ാമത്തെ ടൈമിനെ ജോഡിയാക്കുക. ഒരു ജോഡിയുടെ തുക എത്രയാണെന്ന് കിട്ടി? 100 എന്ന് കിട്ടി. അപ്പം നമുക്ക് x1 പ്ലസ് x6 ഈസ് ഈക്വൽ ടു 100 എന്ന് എഴുതാം. ഇതിൽ x1 നമുക്കറിയാം എത്രയാണ്? 30 ആണ്. 30 പ്ലസ് x6 ഈസ് ഈക്വൽ ടു 100. ദെൻ x6 ഈസ് ഈക്വൽ ടു ഈ പ്ലസ് 30നെ നമുക്ക് ഇപ്പുറം കൊണ്ടുപോവാം. ഇവിടെ 100 ഉണ്ട്, പ്ലസ് 30 അവിടെ പോയി കഴിഞ്ഞാൽ -30. അപ്പോൾ x6 ഈസ് ഈക്വൽ ടു 70 എന്ന് നമുക്ക് കിട്ടി. 6ാമത്തെ പദം എത്രയാണ്? നമുക്ക് എത്ര കിട്ടി? 70 എന്ന് കിട്ടി. 6ാമത്തെ പദം 70. ഇനി നമുക്ക് എങ്ങനെ സീക്വൻസ് എഴുതാം? നമുക്കറിയുന്ന കാര്യങ്ങൾ ഇവിടെ ഒന്ന് നോട്ട് ചെയ്യാം. ഒന്നാമത്തെ പദം എത്രയാണ്? 30. 6ാമത്തെ പദം എത്രയാണ്? 70. 6ാമത്തെ പദം 70. ഇനി പൊസിഷനും ടേമും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. 70 കുറയ്ക്കണം 30 ഡിവൈഡഡ് ബൈ 6 കുറയ്ക്കണം 1. 6 കുറയ്ക്കണം 1. 70ൽ നിന്ന് 30 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 40 എന്ന് കിട്ടും. 6ൽ നിന്ന് 1 കുറച്ചാൽ 5. 40/5 നമുക്ക് എത്ര കിട്ടും? 8 എന്ന് കിട്ടും. 8. കോമൺ ഡിഫറൻസ് 8 ആണ്. ഫസ്റ്റ് ഇനി സീക്വൻസ് അല്ലേ എഴുതേണ്ടത്? ഫസ്റ്റ് ടൈം നമുക്കറിയാലോ. ഫസ്റ്റ് ടൈം എത്രയാ? 30. അപ്പോൾ 30ഉം 8ഉം 38ഉം 8ഉം 46 എക്സെട്ര. ആദ്യത്തെ 3 ടേമുകളായി. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് വീഡിയോ കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇതോടുകൂടിയിട്ട് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത ക്ലാസ് നമ്മൾ പുതിയ പാഠങ്ങളുമായിട്ടാണ് വരിക. അപ്പോൾ അതിൻ്റെ ഈ പാഠവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കോൺസെപ്റ്റുകളും നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. റിവിഷൻ്റെ സമയത്ത് ടെക്സ്റ്റ് ബുക്കിൽ അല്ലാത്ത നല്ല നല്ല ചോദ്യങ്ങൾ, പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ ടേക്ക് കെയർ.